ഹലോ ഗായ്സ്, എൻ്റെ പേര് റോയ്. ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് 4 വർഷത്തോളമായി. ഭാര്യയും കുഞ്ഞും ഒപ്പമുണ്ട്. നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ പള്ളിത്തോട് ഗ്രാമമാണ് സ്വദേശം. എൻ്റെ ഈ സൈക്കിൾ യാത്ര സ്ലെക്സ്വിഗ് ഹോൾസ്റ്റൈനിലെ ഹാൽസൻബെഗിലേക്കാണ്. കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. കുഞ്ഞിന് കളിപ്പാട്ടവും ഡ്രസ്സും വാങ്ങണമെന്നുണ്ട്. ജർമ്മനിയിലും നാട്ടിലും സൈക്കിളാണ് ഇഷ്ടവാഹനം. ദൂരയാത്രയ്ക്ക് ട്രെയിനിനെയും ബസ്സിനെയും ആശ്രയിക്കാറുണ്ട്. പോകുന്ന വഴി നീളെ മഞ്ഞ് വീഴ്ച കാരണം യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാവരും ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് സൈക്കിൾ യാത്രികർക്കും കാൽനട യാത്രികർക്കും പ്രത്യേക പരിഗണനയുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നത് ടെസ്റ്റോഫ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഒരു എസ്പാൻ റെയിൽവേ സ്റ്റേഷൻ, എസ്പാന് വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ ട്രെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്പാൻ, യുബാൻ, റീജിയണൽ ട്രെയിൻ, ICE എന്നൊക്കെയാണ് വിളിപ്പേരുകൾ. ടെസ്റ്റോഫിൽ നിന്ന് ഹാൽസൻബെഗ് ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സൈക്കിളിന് പോകാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ ഞാൻ ട്രാഫിക്കിൽ പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ ക്രോസ് ചെയ്ത് പോകുന്നത് വീഡിയോയിൽ കാണാം. നിശ്ചിത അകലവും എന്നാൽ പരിമിതമായ വേഗതയിലുമാണ് യാത്ര. സൗണ്ട് പൊല്യൂഷനും കുറവാണ്. സൗണ്ട് പൊല്യൂഷൻ ഇല്ലാത്തതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. പോകുന്ന വഴി ഒരു സ്ത്രീ അവരുടെ പെറ്റുമായി നിൽക്കുന്നത് കാണാം. ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ജർമ്മൻകാരുടെ ജീവിതശൈലിയെക്കുറിച്ചാണ്. ഇവിടെ പെറ്റ്സിനാണ് കൂടുതൽ പ്രാധാന്യം. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. തൊട്ടടുത്ത് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ലിഫ്റ്റ് വഴിയാണ് താഴോട്ട് പോകുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എസ്പാൻ വരും. ലിഫ്റ്റിൽ താഴെ ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു റൗണ്ട് സൈക്കിൾ ചെയ്യോട്ടാന്ന് വിചാരിക്കുകയാണ്. 2-3 പേര് അവിടെ നിൽക്കുന്നുണ്ട്. സൈക്കിൾ വെച്ചിട്ട് പോകാൻ അത്ര എളുപ്പമല്ല. ഈ വഴി ഞാൻ പ്രാവശ്യം വീണതാണ്. അത് ഇപ്പോൾ ഓർക്കുകയാണ്. സ്കിഡായി വീണത് ഇത് ആദ്യമായിട്ടല്ല, 2 പ്രാവശ്യം വീണിട്ടുണ്ട്. മഞ്ഞൊരു പ്രശ്നമാണ്. ഒന്ന് വളച്ചെടുത്തേക്കാം. തിരക്കധികം ഇല്ല, ആളുകൾ കുറവാണ്. എന്നാലും 2-3 പേര് ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ ട്രെയിൻ വരവ് വളരെ കുറവാണ്. എത്തിക്കഴിഞ്ഞു. ട്രെയിനിലൂടെയുള്ള മനോഹരമായ കാഴ്ചയാണ് പുറത്തുള്ളത്. ഒരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോയി. ഹാൽസൻബെഗ് എത്തി. സൈക്കിളുമായി ഇറങ്ങുകയാണ് പുറത്തേക്ക്. ചെറുതായിട്ട് മഞ്ഞ് വീഴുന്നതും വീഡിയോയിൽ കാണാം. സൈക്കിളിലായതുകൊണ്ടാണ് ലിഫ്റ്റ് ഉപയോഗിക്കുന്നത്. സാധാരണ സ്റ്റെപ്പ് ഇറങ്ങിയാണ് താഴെ പോകാറ്. ലിഫ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി യാത്ര സുഖവുമാണ്. പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തിറങ്ങുകയാണ്. പുറത്തേക്ക് നിങ്ങൾ കാണുമ്പോൾ കാണാം
ഈ ഹാൽസൻബേഗ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുള്ള കാഴ്ച. അത്യാവശ്യം നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സൈക്കിളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. സൈക്കിളിൻ്റെ പാർക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇവിടുത്തെ ആളുകളുടെ സൈക്കിളിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ അധികമാണ്. സൈക്കിളിൻ്റെ ഉപയോഗം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടെ ജർമ്മനിയിൽ പൊതുവേ ഒരു സംഭവമുണ്ട്. ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിൻ്റെ ഉപയോഗം പോലെ തന്നെ സൈക്കിൾ യൂസ് ചെയ്യുന്നതിനും ജനങ്ങൾക്ക്, അതായത് യാത്ര ചെയ്യുന്നവർക്ക് എളുപ്പമാകുന്ന രീതിയിലൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, വർഷത്തിൽ 5 യൂറോ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈക്കിളും അതുപോലെ തന്നെ വേറെ സൈക്കിൾ സംവിധാനം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വർഷത്തോളം നമുക്ക് എത്ര വേണമെങ്കിലും ആ സൈക്കിൾ ഉപയോഗിക്കാം. 5 യൂറോ അടച്ചാൽ മതി. ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഈയിടെ ഞാൻ യാത്രയ്ക്ക് പോയപ്പോൾ ഷെറിൻ എന്നൊരു സ്ഥലത്തേക്ക് യാത്ര പോയായിരുന്നു. എനിക്കറിയാൻ പറ്റുന്ന സ്ഥലമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ബസ്സിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഓൾറെഡി സ്റ്റട്ടേഡ് എന്നുള്ള ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ സൈക്കിൾ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ സൈക്കിളാണ് യൂസ് ചെയ്തത്. ഗൂഗിൾ മാപ്പും പിന്നെ DBയുടെ ആപ്ലിക്കേഷൻ വഴി എനിക്ക് പോകുന്ന ഡെസ്റ്റിനേഷൻ, ഞാൻ അവിടെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനൊക്കെ നോക്കിയപ്പോൾ ഞാൻ ആ സ്ഥലങ്ങളിലേക്ക് പോയത് സൈക്കിൾ വഴിയാണ്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ഉപയോഗം എനിക്ക് വളരെ പ്രയോജനകരമായി. ബസ്സില്ലെങ്കിലും, ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ബസ്സില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം സൈക്കിൾ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ വീടുകളുടെ സ്ട്രക്ചറാണ്. തികച്ചും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ നാട്ടിലെ വീടുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വീടുകളുടെ നിർമ്മാണ രീതി തികച്ചും വ്യത്യസ്തമാണ്. വളരെ മനോഹരമായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് വീട് നിർമ്മാണം. റോഡുകളും അത്യാവശ്യം നല്ല റോഡുകളാണെന്ന് പറയാമെങ്കിലും കുണ്ടും കുഴിയും അത്യാവശ്യമുണ്ട്. അത് സൈക്കിളിൽ ഓടിക്കുമ്പോൾ എനിക്കത് തോന്നുന്നുണ്ട്, നിങ്ങൾക്കും കാണാൻ പറ്റും. അത്യാവശ്യം വീഡിയോ ഷെയ്ക്കാവുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ പോകുന്ന വഴിക്ക് മഞ്ഞ് കൂടി കിടക്കുന്നുണ്ടാകും സൈഡിലൊക്കെ. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ഇതൊന്നും കാണില്ല. കാരണം ഇവർ അത്യാവശ്യം നല്ല ക്ലീനായിട്ടാണ് സൂക്ഷിക്കാറ്. ഓരോ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മഞ്ഞും അവനവൻ തന്നെ ക്ലീൻ ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. ഇവർ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. 2 ദിവസം കഴിഞ്ഞ് അത് കാണത്തില്ല, നല്ല ക്ലീനായിട്ട് കിടക്കും. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ജാപ്പനീസ് ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ നിന്നുള്ള ആളുകളെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഫർണിച്ചർ ഷോപ്പ്. ഞാൻ വീട്ടിലേക്കുള്ള ഫർണിച്ചറൊക്കെ വാങ്ങിയത് ഈ ഷോപ്പിൽ നിന്നാണ്. റോളറ്, പോക്കോ എന്ന് പറഞ്ഞുള്ള ഷോപ്പുകളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് അത്യാവശ്യം വില കുറഞ്ഞ രീതിയിൽ ഞാൻ ഫർണിച്ചേഴ്സൊക്കെ എല്ലാം വാങ്ങിച്ചത്. അതുമാത്രമല്ല, ബേബി ബൺ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് സാധാരണ എൻ്റെ മോൾക്കുള്ള കളിപ്പാട്ടവും ഡ്രസ്സും എല്ലാം ഞാൻ വാങ്ങിക്കാറ്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. യാത്ര വീണ്ടും മുന്നോട്ടാണ് പോകുന്നത്. കുറേ ഷോപ്പുകൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഞാൻ ഇടയ്ക്കിടെ ഇവിടെ കയറാറുണ്ട്. വാങ്ങിക്കാനല്ല, നാട്ടിലെ പോലെ തന്നെ ചുമ്മാ സാധനങ്ങളൊക്കെ കാണാൻ കയറി ഇറങ്ങുന്നതാണ്. പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാമല്ലോ. ഇപ്പോൾ കയറുന്നത് മീഡിയ മാർക്കറ്റിലേക്കാണ്. കുറച്ച് മൊബൈൽസും നമ്മളൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചു. എപ്പോഴെങ്കിലും വാങ്ങാമെന്ന് വെച്ചു. പിന്നെ തിരിച്ചുള്ള പോക്കാണ്. തിരിച്ചുള്ള യാത്ര നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം ഇരുട്ടി തുടങ്ങി. ഒരു ബസ്സിനെ ക്രോസ് ചെയ്ത് പോയി. മഞ്ഞ് വീണതുകൊണ്ട് തന്നെ അത്യാവശ്യം വഴി അത്ര ക്ലീൻ അല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മഞ്ഞ് സ്കിഡാവും, ചെറുതായിട്ട് സൈക്കിൾ സ്കിഡാവുന്നുണ്ട്. ഞാൻ ബെല്ലടിച്ചുകൊണ്ട് തന്നെ ഒരപ്പച്ചൻ വഴി മാറി തന്നു. പിന്നെ തിരിച്ചുള്ള യാത്രയും സൈക്കിളിൽ തന്നെ ആവാമെന്ന് വെച്ചു. ട്രെയിനിൽ കയറാതെ തന്നെ സൈക്കിളിൽ തന്നെ പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം യാത്രയിൽ 6 മണിക്ക് ശേഷം യാത്ര ചെയ്തുകൊണ്ട് തന്നെ പോലീസുകാർ കുറച്ച് പെറ്റി അടിച്ച് തന്നിരുന്നു. 20 യൂറോ പെറ്റി അടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് പോയി അടയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ 6 മണിക്ക് ശേഷം ഞാൻ ട്രെയിനിൽ സൈക്കിൾ ഉപയോഗിക്കാറില്ല. തിരിച്ചുള്ള യാത്ര സൈക്കിളിൽ പോകാമെന്ന് വെച്ചു. കാരണം വേറെ പുതിയ വഴിയിലൂടെയാണ് യാത്ര. അത്യാവശ്യം ദുസ്സഹമാണ്. കാരണം മഞ്ഞ് ശരിക്കും വീണ് കിടക്കുന്നതുകൊണ്ട് ചവിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സൈക്കിൾ പൊതുവേ കാണാറില്ല, നിങ്ങൾക്ക് കാണാമല്ലോ, ആരും തന്നെ ഇല്ല.
ഞാനപ്പോൾ ഈ വന്ന വഴിയും കുറച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള വഴിയാണ്. വഴിയും ചെറുതായി തെറ്റിയിട്ടുണ്ട്. തെറ്റിയ വഴിയിലൂടെ ഒരു കുതിരക്കാരി ചേച്ചീനെയും കണ്ടു. വരുന്ന വഴിയിൽ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. രണ്ട് സൈഡിലും മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ അത് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് വയൽ പാടങ്ങളായിരുന്നു. വേനൽക്കാലത്ത് അത്യാവശ്യം പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അതിന് ആ സമയമാകുമ്പോഴേക്കും ഞാനൊരു വീഡിയോ എടുത്ത് കാണിക്കാവുന്നതാണ്. ഇപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ ടെസ്റ്റ് ഓഫ് റെയിൽവേ സ്റ്റേഷൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു ബസ് എന്നെ ക്രോസ് ചെയ്ത് പോയി. അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ട്. വീട്ടിലേക്കുള്ള യാത്രയാണ് തിരിച്ച്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.